ഗുരുവായൂരപ്പ, നാരായണ നാരായണ. ലക്ഷ്മി, എന്താമ്മേ? നേരം എത്രയായിട്ടും ആരും എഴുന്നേറ്റില്ലേ? ഇന്നലെ കിടക്കാൻ വൈകിയതല്ലേ? അമ്മ എന്തിനാ അത്ര നേരത്തെ എണീറ്റെ? ഉറക്കം വരണ്ടേ കുട്ടിയെ? ഓരോന്ന് ആലോചിച്ച് കിടക്കുമ്പോഴേക്കും നേരം വെളുത്തു. ആ കുമാരനെവിടെ? ഇന്നലെ രാത്രി തൊള്ള വിളിക്കാൻ തുടങ്ങിയതാ നന്ദിനി. ആ, അതൊക്കെ അവൻ നോക്കിക്കോളും. അമ്മ മിണ്ടാതെ ഒരിടത്ത് അടങ്ങിയിരിക്കുക. കുമാരാ, എടാ കുമാരാ, നിക്കാനാണ് പറഞ്ഞത്. എന്നെ വെറുതെ ഓടിക്കരുത്. കുമാരനാണ് ഈ പറഞ്ഞ ഓടിക്കരുതെന്ന്. അത്രക്കായ കുമാരാ, എവിടേക്ക് ഓടേ? കാശിക്ക്. ഇതിനൊക്കെ അങ്ങനെ എടുക്കാറായില്ലേ? നന്ദിനി പോലെ ഒന്ന് നിക്കാൻ. അയ്യോ, നിക്ക നന്ദിനി. അവിടെ അവിടെ നിക്കാനല്ലേ പറഞ്ഞത്? എന്തോ, വാ വാ, ഇങ്ങോട്ട് വാ. കുമാരാ, വരുന്നേ. അമ്മൂട്ടി, അമ്മൂട്ടിയെ. എന്താ മുത്തശ്ശി? ആ കുമാരൻ ഇനി എഴുന്നേറ്റില്ലേ? കണ്ടില്ല മുത്തശ്ശി. മുത്തശ്ശി വിളിച്ചാ? ദാ, നീ എവിടെയായിരുന്നടാ ഇതുവരെ? ഇന്നലെ രാത്രിയിൽ മുതൽ അമറാൻ തുടങ്ങിയതാ. നീ കേക്കണില്ലേ? ആര്? മുത്തശ്ശിയാ? കാലത്ത് വന്ന് തോന്നിയ ദിവസം പറയണോ? എടാ കൊശവാ നന്ദിനി കുട്ടി, വാവെടുത്തന്റെ ലക്ഷണ. അതിനത്തിരി കുറുമ്പ് കൂടുന്നുണ്ട്. അല്ല മുത്തശ്ശി, വാവെടുത്ത് അവിടെ എന്തിനിങ്ങനെ അമർന്നത്? അവളെ ഇന്ന് എന്നെ ചവിട്ടിക്കണം. നീ ആ കുട്ടമ്മൂപ്പരോട് പറഞ്ഞ് ഏർപ്പാടാക്കൂ. കുട്ടമ്മൂപ്പൻ ചവിട്ടിയ നന്ദിനിക്കുട്ടി അമർച്ച നിർത്തോ? മാധവേട്ടനോട് ചോദിക്കാം, മൂപ്പർക്കറിയാതിരിക്കില്ല. നാരായണ നാരായണ കൃഷ്ണ. കുട്ടാ, എണീക്കിടാ. നേരെ എത്ര എന്ന വിചാരം? ബാല, ബാല. അച്ഛമ്മേ, നേരെ ഒരുപാടായല്ലേ? ആ, ഇന്ന് വേണമെങ്കിൽ ലീവ് എടുത്തോളൂ. ഇന്നലെ ഉറക്കൊഴിച്ചതല്ലേ? അയ്യോ, എന്തേ? പരീക്ഷ ഇങ്ങ് അടുക്കാറായി. എന്നാ വരൂ, ചായ കുടിക്കാം. അച്ഛമ്മ എന്തിനാ ദിവസവും ഇങ്ങനെ ഫോണ് കയറി വരുന്നത്? എനിക്ക് ആരോഗ്യത്തിന് ഒരു കുഴപ്പമില്ല. നിന്റെ കുട്ടിയും കൂടെ കണ്ടിട്ടേ അച്ചമ്മ പോവൂ. അപ്പൊ കല്യാണം കഴിക്കണില്ല, കുട്ടി ഉണ്ടാവില്ലല്ലോ. അച്ഛമ്മ പോവാതിരിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ. എനിക്ക് എന്റെ അച്ഛമ്മ മതിയെങ്കിലോ? കുമാരാ, കുമാരാ, ഇന്ന് കുറച്ച് മുത്താറിയും കറുകവേരും ചെമ്പരത്തിയും കൊണ്ടുവരണം. ഒരു കഷായം ഉണ്ടാക്കാനാ. ഏറ്റു. ഇന്ന് വൈദ്യശാലയിൽ സാധനം എത്തിയിരിക്കും. ഏറ്റവും നീയല്ലേ, അതുകൊണ്ടാ സംശയം. ആട്ടെ, ആ തെങ്ങിന് നാളെ വളം മേടിച്ചോ നീയെ? അത് മറന്നു. വെട്ടി കുഷ്മാണ്ടം ഒന്നിനൊരു ഓർമ്മയില്ല. ഓർമ്മയുണ്ടാവാൻ ഒരു അസ്തല് ലേഹ്യുണ്ട്, അത് ഞാൻ തരാം. രണ്ടുപേരെ അങ്ങോട്ട് സേവിച്ചാ മതി. എന്റെ അമ്മേ, തൽക്കാലം വേണ്ട. ആ നന്ദിനിക്കുട്ടിയുടെ അമറിൽ നിർത്താൻ വല്ല ലേഖുണ്ടെന്ന് പറഞ്ഞാ മുത്തശ്ശി എന്നെ കിടത്തി പൊറപ്പിക്കണില്ല. അതവളെ ചവിട്ടിക്കാഞ്ഞിട്ടാ. ഇപ്പൊ അവളെ ചവിട്ടിച്ച ഒരു 10 മാസം കഴിയുമ്പോ അവൾ ചെറുതായിട്ടൊന്ന് പ്രസവിക്കും. ചെറുതായിട്ട് എങ്ങനെയാ പ്രസവിക്കുന്നത്? അതൊക്കെ നീ ആ പശുപാലയോട് പോയി ചോദിക്കേ. വരുന്നു. എന്റെ പൊന്ന് നന്ദിനിക്കുട്ടിയല്ലേ, മോളിതങ്ങ് കുടിക്ക്. ആ കുമാരനൊന്നിങ് വന്നോട്ടെ. നിന്റെ കാര്യം അവൻ നോക്കിക്കോളും. ഞാൻ റെഡി. ഞാൻ പറഞ്ഞില്ലേ, ഇവൻ സ്നേഹമുള്ളവനാ. വെറ്ററിനറി ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കൂട്ടിട്ട് വാ. ഇപ്രാവശ്യം ഇഞ്ചക്ഷൻ കൊടുത്തു നോക്കാം. ഇവക്ക് പിടിക്കുമെന്ന് അറിയണമല്ലോ. എന്തിനാ ശ്രീധരേട്ട ഇഞ്ചക്ഷൻ ചെയ്യണേ? ഇഞ്ചക്ഷൻ അല്ലടാ, ഇഞ്ചക്ഷൻ. അത് തന്നെ. എന്തിനാ? പ്രസവിക്കാൻ. അപ്പോ അതിനെ ചവിട്ടിക്കണ്ടേ? ചവിട്ടിക്കുന്നതിനേക്കാൾ ഇപ്പോ നല്ലത് ഇഞ്ചക്ഷനാ. മൃഗങ്ങൾക്ക് അങ്ങനെയെങ്കിലും ഒരു വഴിയുണ്ടല്ലോ. എന്താണ് പറഞ്ഞേ? നാളെ തന്നെ ഡോക്ടറെ വിളിച്ചോണ്ട് വരാന്ന്. പോരാ, ഇന്ന് തന്നെ വേണം. കണ്ടില്ലേ അവിടെ ഒരു വിഷമം? എന്തോ വരുന്നു. മോളെ, മോളിതങ്ങ് കുടിച്ചേ. എല്ലാം ഞാൻ ശരിയാക്കി തരാടി. സാവിത്രി അടുത്ത് എന്നെ വിളിച്ചോ? എന്താ കുമാര എങ്ങനെ ഒരു മറവി? സാവിത്രി അടുത്ത് എന്താ എന്നോട് പറഞ്ഞിരുന്നത്? ഇഞ്ചക്ഷന്റെ കാര്യം. അത് വേണ്ട സാവിത്രി അടുത്ത്. പ്രസവിച്ചില്ലെങ്കിൽ പ്രസവിച്ചില്ല എന്നുള്ളൂ. കുത്തിവെച്ചിട്ട് അത് വേണ്ട. കുമാരൻ എന്തൊക്കെയായി പറയണേ? പ്രസവിക്കാൻ ഇഞ്ചക്ഷൻ ചെയ്യണമെന്ന് ആരാ ഇപ്പൊ പറഞ്ഞേ?
ഓ അത് പറഞ്ഞ ശ്രീധരേട്ടനാണല്ലോ. ശ്രീധരേട്ടൻ അങ്ങനെ പറഞ്ഞോ? പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞ കേൾക്കണ്ടേ. ഇഞ്ചക്ഷൻ ചെയ്ത് എന്നെ പ്രസവിച്ചാ മതി എന്ന്. ആരാ ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തേ? അത് മനസ്സിലിരുന്നാ മതി. ലക്ഷ്മി അടുത്തോട് ഞാൻ പറഞ്ഞു കൊടുക്കും. എന്താ സാവിത്രി? എന്തിനാ കുമാര സാവിത്രിക്കുട്ടി കരയണത്? വാവടത്തില്ലേ? അതിന് ശ്രീധരേട്ടൻ പശുവിന് ഇഞ്ചക്ഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞതാ ചവിട്ടിച്ചാ മതി. ശ്രീധരേട്ടന് ഒരേ നിർബന്ധം, ഇഞ്ചക്ഷൻ തന്നെ വേണമെന്ന്. അതിന് സാവിത്രിക്കുട്ടി കരയേണ്ട കാര്യം എന്താ? സാവിത്രി എടുത്ത് എന്റെ പക്ഷത്താ, ഇഞ്ചക്ഷൻ വേണ്ടാന്ന്. എത്രയുള്ള കാര്യം. ആ കുമാര, ബാലന് കാവശ്ശേരിയിലെ പെൺകുട്ടിയുടെ ജാതകം പഠിച്ചോണ്ട് വരാൻ പറഞ്ഞിട്ട് ഏറ്റു. നാളെ പോയേക്കാം. ഈ കുമാരൻ എന്ത് പറഞ്ഞാലും നാളെ. എന്നാ ഏറ്റു, ഇപ്പൊ തന്നെ പോയേക്കാം. ആ എന്തിനാ സാവിത്രിക്കുട്ടി ഈ നിസ്സാര കാര്യത്തിന് കരയണേ? ഈ അടുത്തേക്ക് ഇത് നിസ്സാരായിരിക്കും. എനിക്കങ്ങനെയല്ല. ഇഞ്ചക്ഷൻ ചെയ്തെന്ന് വെച്ചിട്ട് എന്താ? പ്രസവിക്കുന്ന ഉറപ്പല്ലേ? നല്ല ഒന്നാന്തരം കുട്ടിയെ കിട്ടുകയും ചെയ്യും. എന്നാ എടുത്തേക്കായിക്കൂടെ? എന്നെ തന്നെ പരീക്ഷിക്കണ എന്താ? നീ എന്താ കുട്ടി പറയണേ? ഇഞ്ചക്ഷന്റെ കാര്യം തന്നെയാ. ഇഞ്ചക്ഷൻ ചെയ്ത് എനിക്ക് പ്രസവിക്കണ്ട. നീ ഇഞ്ചക്ഷൻ ചെയ്യണമെന്ന് ആരാ പറഞ്ഞത്? ഈ ഏടാകൂടങ്ങളൊക്കെ ആരാ പറയാ? ശ്രീധരേട്ടനല്ലാതെ. എടി മണ്ടി, ശ്രീധരൻ പശുവിന്റെ കാര്യല്ലേ പറഞ്ഞത്? പിന്നെ കുമാരൻ പറഞ്ഞത് അങ്ങനെയല്ലല്ലോ. ആ പൊട്ടം പറയണ കേട്ട് നീ ഇങ്ങനെ മുഖം വീർപ്പിച്ചാലോ? വേഗം പോയി മുഖം കഴുത്. ലക്ഷ്മി അടുത്ത് കാണണ്ട. ഓ ഭാഗ്യം, ഒന്നും എന്നെ ഏൽപ്പിക്കാത്ത ഒരാളെങ്കിലും ഈ വീട്ടിലുണ്ടല്ലോ. ആട്ടെ, അമ്മട്ടിക്ക് ഒരു ആവശ്യമില്ലേ? എനിക്കിപ്പോ ആവശ്യം മുത്തശ്ശിക്ക് ചായ കൊടുക്കാൻ പാലാ. മുത്തശ്ശിക്ക് ഇതുവരെ ചായ കൊടുത്തില്ലേ? മുത്തശ്ശിക്ക് നല്ല ഇവിടെ ആർക്കും ചായ കൊടുത്തിട്ടില്ല. പാല് വേണ്ടേ? പശുവിനെ കറന്നോ? കറന്നല്ലോ. പാലെന്തേ? പാല് ഞാൻ തന്നില്ലേ? ഈശ്വര, പാല് ഞാൻ പിന്നെ എവിടെ കൊണ്ട് കൊടുത്തു? എന്റെ അമ്മേ, നന്ദിനി അല്ല കറമ്പി. എന്നാലും കുമാരൻ പറയണത് കേട്ട് വിശ്വസിച്ചല്ലോ. ഞാനിത് ശ്രീധരുണിന്റെ അടുത്ത് പറയുന്നുണ്ട്. അയ്യേ വേണ്ട കേട്ടോ. എന്താ രണ്ടാളും തമ്മിൽ ഒരു രഹസ്യം? ഒന്നുമില്ല. അല്ല, എന്തോ ഉണ്ട്. കുമാരൻ എന്തോ പറഞ്ഞു എന്ന് വെച്ചിട്ട്. ഓ, അവന്റെ കാര്യമാണെങ്കിൽ എനിക്ക് കേൾക്കണ്ട. ആ അമ്മൂട്ടി, നീ അവന് ഊണെടുത്ത് വെക്ക്. ഇനി എപ്പോഴാണാവോ എഴുന്നള്ളത്ത്? നേരെ ഒരുപാടായില്ലേ, നിങ്ങൾ പോയി കിടന്നോളൂ. വേണ്ട, എന്നും മാധവട്ടിനടുത്തൊന്നും എനിക്കാ ചീത്ത കേൾക്കണേ. ലക്ഷ്മി അടുത്തെ കൊണ്ടുള്ള പണിയൊക്കെ എടുപ്പിച്ചിട്ട് ഞങ്ങൾ തിന്നു കൊഴുക്കുകയെന്ന്. അവനോട് ഞാൻ സമാധാനം പറഞ്ഞോളാം. ചെല്ല്. ഇതൊന്ന് തീർന്നോട്ടെ. അതവിടെ വെച്ചോളൂ. ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ, സഹായത്തിന് അമ്മൂട്ടിയില്ലേ? ശ്രീധരൻ അവിടെ കയറൂറുന്നുണ്ടാവും. ആ, ഗുരുവായൂരിന്ന് കൊണ്ടുവന്ന എണ്ണ സേവിക്കാൻ മറക്കണ്ട കേട്ടോ. അയ്യോ, ഇനി അമ്മയൊന്ന് കിടത്തി ഉറക്കാനുള്ള പാടാ.